നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് PP ദിവ്യ പങ്കുവച്ചിരുന്നു. ചിത്രകാരൻ പൊന്നം ചന്ദ്രന്റെ വരികളും ചിത്രവുമായിരുന്നു ദിവ്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരുന്നത്. എല്ലാ പ്രതിസന്ധിയെയും ഏതവസരത്തിലും മറികടക്കാനാവണം. അനീതി കൺകുളിർക്കെ കാണാനുള്ള കരുത്തും അഭിപ്രായം പറയാനുള്ള ആർജവവും അടിയറവ് വെക്കരുത്. പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നായിരുന്നു ആ പോസ്റ്റ്. എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന രീതിക്കാണ് ഇപ്പോൾ പോകുന്നത്. PP ദിവ്യ അടപടലം പെട്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിർണായക തെളിവുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. യാത്ര അറിയിപ്പ് ചടങ്ങിൽ ADM നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയതായി മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ഈ നിർണായകമായ വിവരങ്ങൾ ഉള്ളത്. ചടങ്ങിന് മുമ്പ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചിരുന്നു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യ എന്നാണ് കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴി. ഇത്രയേറെ ആസൂത്രണം നടത്തിയിട്ടും വഴിയെ പോകുമ്പോൾ പരിപാടിക്കെത്തി എന്നായിരുന്നു ദിവ്യ അന്നവിടെ പറഞ്ഞത്. അതേസമയം നിർണായക വിവരങ്ങളാണ് ദിവ്യയെ തീർത്തും പെടുത്തിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ തന്നെയുണ്ട്. അതേസമയം പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ല എന്നും റിപ്പോർട്ടിലെ കണ്ടെത്തലുണ്ട്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന് എതിരെ ഒരു പരാതിയും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. കൈക്കൂലി വാങ്ങിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന പെട്രോൾ പമ്പ് അപേക്ഷകൻ പ്രശാന്തിന്റെ വാദം പൊളിക്കുന്നതാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് വിജിലൻസ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി. ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ കിട്ടിയിട്ടില്ലെന്നാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയും. കൈക്കൂലി വാങ്ങിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നായിരുന്നു നേരത്തെ പ്രശാന്ത് ഉയർത്തിയ വാദം. ഇത് വ്യാജ പരാതിയെന്നും പിന്നീട് തെളിഞ്ഞിരുന്നു. വിജിലൻസ് മറുപടിയും ഇത് ശരിവെക്കുന്നുണ്ട്. നവീൻ ബാബുവിനെതിരെ വകുപ്പിലും പരാതികളില്ല. ഒരു പരാതിയും ADMനെതിരെ കിട്ടിയിട്ടില്ലെന്ന് റവന്യൂ സെക്രട്ടറിയും കണ്ണൂർ കളക്ടറേറ്റും മറുപടി നൽകുകയും ചെയ്തു. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബു മരിച്ചത്. യാത്ര അറിയിപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് പിറ്റേന്ന് പുലർച്ചെ നവീനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ തുടക്കം മുതൽ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. മരണം കൊലപാതകമാണെന്നും ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം ശരിയായ അന്വേഷണം നടത്തിയില്ലെന്നും ആരോപണമുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളിലും പോരായ്മകളുണ്ടായിരുന്നു. ശരീരം തൂങ്ങി നിന്നതിലുമേറെ സമയം തറയിൽ കിടന്നിട്ടുണ്ടാകാമെന്നായിരുന്നു ഹൃദയം നിലച്ച ശേഷമുള്ള രക്തമൊഴുക്കിന്റെ ഗതി സൂചിപ്പിക്കുന്നത്. കൊലപ്പെടുത്തിയ ശേഷം തൂക്കിയതാകാമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണിത്. വായിൽ നിന്ന് ഉമിനീർ ഒഴുകിയിട്ടില്ല. മരണം നേരത്തെ നടന്നുവെന്ന സൂചനയാണിത്. നാക്കു കടിച്ച നിലയിലായിരുന്നു. ശ്വാസം മുട്ടിച്ചിട്ടുണ്ടെന്ന് സംശയിക്കാവുന്ന തെളിവാണിത്. അതേസമയം അടിവസ്ത്രത്തിലെ രക്തക്കറയ്ക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉത്തരമില്ല. മൂത്രാശയ കല്ലാകാം കാരണമെന്ന് ഡോക്ടർ പിന്നീട് നൽകിയ മൊഴിയാണ് കോടതി കണക്കിലെടുക്കുന്നത്. ദിവ്യയും കണ്ണൂർ കളക്ടറും സാക്ഷി പ്രശാന്തനും ഗൂഢാലോചന നടത്തിയെന്ന പരാതി അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ദിവ്യക്കെതിരെ നിർണായക തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താൻ വരണ്ട എന്ന് പറഞ്ഞിട്ടും ദിവ്യ വന്നു എന്ന് തന്നെയാണ് കളക്ടർ ഇപ്പോൾ ദിവ്യക്കെതിരെ നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വഴിയെ പോയപ്പോൾ താൻ ചുമ്മാ കയറിയതായിരുന്നു എന്നാണ് അന്ന് ദിവ്യ പറഞ്ഞത്. ഇതിനെല്ലാം പൊളിച്ചടക്കിക്കൊണ്ടാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും അടപടലം പെട്ടിരിക്കുകയാണ് ദിവ്യ.